എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളെ എന്ന് പറയാൻ പോകുന്നത് സർക്കിൾ എന്ന് പറയുന്ന ആ പാഠത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു 5 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് സർക്കിൾ എന്ന് പറഞ്ഞ പാഠത്തിലെ. അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ ചോദ്യം. A triangle ABC is drawn to circumscribe a circle of radius 4 cm such that the segments BD and DC into which BC is divided by the point of contact D are of length 8 cm and 6 cm respectively. Find the sides AB and AC. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ ഈ പറഞ്ഞതിന്റെ പടം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പടം. അതായത് ഒരു ട്രയാങ്കിൾ എ ബി സി ഒരു സർക്കിളിനെ 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് അതിനെ മൂന്ന് സ്ഥലത്തും അല്ലെങ്കിൽ ആ ട്രയാങ്കിളിനുള്ളിൽ കറക്റ്റ് ആയിട്ട് കൊള്ളാവുന്ന രീതിയിൽ സർക്കിൾ ഇരിക്കുന്നതാണ് സർക്കംസ്ക്രൈബ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ പറഞ്ഞിരിക്കുന്നത് റേഡിയസ് സർക്കിളിന് 4ആണ്. പിന്നെ ഈ സെൻത്ത് ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഈ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് റേഷ്യോയിലല്ല, ഇങ്ങനെ 6 സെന്റിമീറ്റർ ഇതും 8 സെന്റിമീറ്റർ ഇതുമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ല, ഈക്വലി ഡിവൈഡ് ചെയ്യല്ല കേട്ടോ. ഇങ്ങനെ 2 കഷ്ണങ്ങളാക്കുന്നുണ്ട്. 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്റർ ലെങ്ത് ആയിട്ട് ഇപ്പൊ ടോട്ടൽ 14 സെന്റിമീറ്ററിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? കണ്ടുപിടിക്കേണ്ട മക്കളെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാല് ഈ എ സിയുടെയും എ ബിയുടെയും ലെങ്ത് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ അല്ല, അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചെയ്യേണ്ട പരിപാടി ശ്രദ്ധിച്ചോ മക്കളെ. നമുക്ക് ഇത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇത് ഒരു 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. കാരണം എന്താണ് കാരണം മക്കളെ? ഇത് ഒരു എക്സ്റ്റേണൽ പോയിന്റ് ആണ് സി. ആ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഒരു സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജന്റുകൾ 2 ടാൻജന്റ് ഉണ്ടാവും. ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഒരു സർക്കിളിലേക്ക് 2 ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. ആ 2 ടാൻജന്റും എന്തായിരിക്കും? ഈക്വൽ ലെങ്ത് ആയിരിക്കും. അതാണ് ഈ സർക്കിളിൽ പഠിക്കണതിന്റെ രണ്ടാമത്തെ തിയറം. ഒരിക്കല ഒന്നാമത്തെ തിയറം ഒരു സർക്കിളിന്റെ ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് അതിന്റെ സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന റേഡിയസ് അല്ലെങ്കിൽ ടാൻജന്റും തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും. അതാണ് തിയറം 1. രണ്ടാമത്തെ തിയറം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഒരു സർക്കിളിലേക്ക് വരയ്ക്കുന്ന 2 ടാൻജന്റുകളുടെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് പ്രകാരം ഇത് 6 സെന്റിമീറ്റർ ആയിരിക്കും, ഇത് 8 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ടത് എ സിയും അതുപോലെ തന്നെ എ ബിയും ആണ്. എന്താണ് കണ്ടെത്തേണ്ടത്? എ സിയും എന്ത് എന്ന് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ എ ബിയും എന്ത് എന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിവിടെ ഇതിന് 6 സെന്റിമീറ്റർ എന്നറിയാം. നമുക്ക് ഈ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരാളുടെ മാത്രമേ കുറവുള്ളൂ. അതായത് ഈ എ, ഇതിനൊരു പേര് വിളിക്കട്ടെ, എ ബി സി ഡി, ഇതിനൊരു ഇ എന്ന് വിളിക്കാം, ഇതിനൊരു എഫ് എന്ന് വിളിക്കാം. കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഈ ലെങ്ത് എത്രയാന്ന് കിട്ടിയാൽ മതി. എ എഫ് നമുക്ക് തൽക്കാലം ഒരു എക്സ് സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇതിനെ വൈ എന്ന് പറഞ്ഞ് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എ ബി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എ ഇ പ്ലസ് ഇ ബി ആണ് നമ്മുടെ എ ബി. അപ്പൊ ഇതും ആരെന്നെയായിരിക്കും മക്കളെ? എക്സ് സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. കാരണം എക്സ്റ്റേണൽ പോയിന്റ് ആയിട്ടുള്ള എയിൽ നിന്ന് നമ്മുടെ എഫിലേക്കും ഇയിലേക്കും വരയ്ക്കുന്ന ടാൻജന്റിന്റെ ലെങ്ത് എന്തായിരിക്കും? ഈക്വൽ ആയതുകൊണ്ട് ഈ എ എഫും എ ഇയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോ ഇത് കണ്ടെത്താനുള്ള മാർഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് കണ്ടെത്താൻ വേണ്ടിയുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെയ്യണ മെത്തേഡ് നമ്മൾ ആദ്യം പറയാം. ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ 2 രീതികളിൽ കണ്ടെത്തും. ഏതാണ് 2 രീതി എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇതൊരു ഐസോസെലസോ റൈറ്റ് ട്രയാങ്കിളോ ഒന്നുമല്ല. അപ്പോ ഇതിന് ഏരിയ കണ്ടുപിടിക്കാനുള്ള റെഡിമെയ്ഡ് ഫോർമുല ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ സാധാരണ കൺവെൻഷണൽ ആയിട്ട് നമുക്കൊരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ആ ഫോർമുല വെച്ചിട്ട് നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്തും. പിന്നെ നമ്മൾ വേറെ ഒരു രീതിയിൽ നമ്മൾ ഒരു ഏരിയ കണ്ടെത്തും. അതെന്താന്ന് നമുക്ക് ഇവിടെ പറയാം. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ഈ ഏതൊരു ട്രയാങ്കിളിന്റെയും ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇങ്ങനെ ഏരിയ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. അതിൽ എസ് ആരാന്ന് വെച്ചാല് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. എ എന്ന് പറഞ്ഞ ആരാന്നറിയണം? ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഈ ഏത് സ്മോൾ ലെറ്റർ എ. ആംഗിൾ എ അല്ലെങ്കിൽ വെർട്ടക്സ് എയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് നമ്മുടെ എന്ത് ഈ സ്മോൾ ലെറ്റർ എ എന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ ബിയും സിയും. അപ്പൊ നമുക്കിവിടെ എളുപ്പമാണ് മക്കളെ. നമുക്ക് ഇവിടെ നേരിട്ട് നമുക്കിവിടെ എ ആരാന്ന് ഒറ്റടിക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. ഹിയർ എ ആരാണ്? എ എന്ന് പറഞ്ഞാൽ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ്, അത് 14 ആണ്. 8ഉം 6ഉം കൂട്ട 14. ഇനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ്,
അതിപ്പോ 6 + x അല്ലെങ്കിൽ x + 6 എന്ന് പറഞ്ഞിട്ട് എഴുതാം. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ്, അതായത് x + 8 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇതാണ് നമ്മുടെ എ ബിയും സി. ഇനി എസ് കണ്ടെത്താൻ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു a + b + c / 2 ആണ്. അതായത് 14 + x + 6 + x + 8 / 2 ചെയ്തു വരുമ്പോ 16 4 കൂട്ടുമ്പോ 20, 20 8 കൂട്ടുമ്പോ 28. അപ്പൊ 28 + x കൂട്ടുമ്പോ 2x / 2. കോമൺ മക്കളെ ഇസ് ഈക്വൽ ടു, ഈ മോളിൽ ആര് കോമൺ ഇട്ട് പരമാവധി നമ്മൾ ചെറുതാക്കി എഴുതി കഴിഞ്ഞാൽ കാൽക്കുലേഷൻ വളരെ എളുപ്പമായിരിക്കും. കാരണം നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒരു 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാല് 14 + x / 2 ആയിട്ട് മാറി. ഈ 2ഉം ആ 2ഉം കട്ട് ചെയ്ത് പോയിട്ട് ഇതേക്ക് എടുക്കണം മക്കളെ. 14 + x എന്നാണ് നമ്മുടെ എന്ത് കിട്ടിയത്, നമ്മുടെ ഏരിയ നമുക്ക് കിട്ടിയത്. സംശയമല്ലോ. അപ്പൊ ഏരിയ നമുക്ക് കിട്ടി 14 + x. അതിനൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കിൽ വെക്കാം. അപ്പൊ നമ്മുടെ ഏരിയ അല്ല കിട്ടി, നമുക്ക് എസ് ആണ് കിട്ടിയത്, ഏരിയ അല്ല എസ് കിട്ടി. ആരാണ് 14 + x. അപ്പൊ നമുക്ക് നേരിട്ട് ഏരിയ കണ്ടെത്താം. ഏരിയ കണ്ടെത്താനുള്ള ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. √s × s - a × s - b × s - c. ഇതാണ് നമ്മുടെ ഏരിയ കണ്ടെത്താനുള്ള ഫോർമുല. അപ്പൊ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോ എസ് ആരാന്ന് നമുക്കറിയാം, 14 + x ആണ്, ഒരു സീനില്ല. പിന്നെ s - a, s - a എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ എസ്. അതിൽ നിന്ന് a കുറയ്ക്കാൻ 14 + x ൽ നിന്ന് 14 കുറച്ച് കഴിഞ്ഞാൽ ആര് വരും മക്കളെ, x എന്ന് പറഞ്ഞിട്ട് വരും. ഇൻറ്റു s - b, ഇതിൽ നിന്ന് b കുറയ്ക്കാൻ, അതായത് 14 + x ഒരു ചക്കയെ മാങ്ങി വിചാരിക്കുക. അപ്പൊ 14 ഉണ്ട്, ഒരു മാങ്ങി നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്നൊരു മാങ്ങയും കുറയ്ക്കണം, ഒരു 6ഉം കുറയ്ക്കണം. മാങ്ങ കുറച്ച് കഴിഞ്ഞാൽ ഈ 2 മാങ്ങയും ഇല്ലാണ്ടായി. 14 നിന്ന് 6 കുറച്ചാൽ ബാക്കി എത്ര മക്കളെ, 8 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ 8. സംശയമല്ലോ. ഇനി അടുത്തത് s - c. ഇതാണ് s, ഇതാണ് c. 14 + ഒരു മാങ്ങ ഉണ്ട്, പിന്നെ ഒരു മാങ്ങ, അതിൽ നിന്നൊരു മാങ്ങയും ഒരു 8ഉം കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങയും പോയി. 14 8 കുറച്ച ബാക്കി എത്ര വരും മക്കളെ, നമുക്ക് 6 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇങ്ങനെ ഒന്നുണ്ടാവും നമുക്ക് സംഭവം. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്കൊന്ന് ഭംഗിയാക്കി എഴുതി കഴിഞ്ഞാല് √8 × 4 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ, 8 × 5 40 അല്ല, അപ്പൊ 48. 48 x × 14 + x എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടാവും. അവിടെ കിടക്കട്ടെ ഒരു ഇക്വേഷൻ നമ്പർ 1. വേറെ ചെറുതാക്കാനൊന്നും പറ്റൂലല്ല, ഇങ്ങനെ കിടക്കട്ടെ. അപ്പൊ നമുക്ക് ഈ സർക്കിളിന്റെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കിട്ടി. ഇതല്ലാണ്ട് നമുക്ക് വേറെ ഒരു രീതിയിൽ കൂടിയും ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്താൻ പറ്റും. അതാണ് നോക്കിക്കോട്ടെ മക്കളെ. നോക്കിക്കോ, ഞാൻ ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചു. മാത്രമല്ല ഇതൊക്കെ നമ്മളൊന്ന് ജോയിൻ ചെയ്യിച്ചു. വെർട്ടിസസും ഈ സെന്ററുകളും നമ്മളൊന്ന് ജോയിൻ ചെയ്യിപ്പിച്ചു. നമുക്കറിയാം ഇത് ആംഗിൾ 90 ഡിഗ്രി ആണ് അല്ലെ. ഇതൊക്കെ 90 ഡിഗ്രി ആണ്. ഇത് 90, ഇത് 90, ഇത് 90, ഇത് 90. അതിന് പ്രത്യേകിച്ച് കാരണം പറയണ്ട, നമ്മുടെ തിയറം നമ്പർ 1 ആണ് അല്ലെ. അതായത് ഒരു ടാൻജന്റ് ആണ് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് വരയ്ക്കുന്ന റേഡിയസും തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും. ഇത് കിട്ടി. അപ്പൊ നമുക്ക് ഇതിനൊരു സെന്ററിനെ നമുക്കൊരു O എന്ന് പറഞ്ഞിട്ട് പരിസംബോധന ചെയ്യാം. O. അപ്പൊ നോക്കിയ മക്കളെ, ഇതൊരു ട്രയാങ്കിൾ പോലെ ഇല്ലേ, ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്താൻ നമ്മുടെ കയ്യിൽ ഒരു ഫോർമുല ഉണ്ട്, ½ അപ്പൊ അത് പ്രകാരം ഞാനിവിടെ ട്രയാങ്കിളിന്റെ ഏരിയ മൊത്തം കണ്ടുപിടിക്കുകയാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC കണ്ടുപിടിക്കുകയാണ്. അത് കണ്ടുപിടിക്കാൻ ഈ O അല്ലെങ്കിൽ BCOയുടെ ഏരിയയും BAOയുടെ ഏരിയയും ACO എന്ന് പറയുന്ന 3 ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ ഏരിയ നമ്മൾ എന്ത് ചെയ്താൽ കൂട്ടിയാൽ പോരെ മക്കളെ. അപ്പൊ നമ്മൾ കൂട്ടാൻ പോവാണ് കേട്ടോ. ട്രയാങ്കിൾ ആരെയാണ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ BCO പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BAOയും പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ACO. ഈ 3 ട്രയാങ്കിൾസിന്റെയും ഏരിയകൾ തമ്മിൽ കൂട്ടാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഇത് 4 സെന്റിമീറ്റർ ആണ്, 4 സെന്റിമീറ്റർ ആണ് റേഡിയസ്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്താൻ പോവാണ്. ഏരിയ കണ്ടെത്താൻ വളരെ എളുപ്പമല്ല മക്കളെ. ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ഹൈറ്റ് അളക്കുന്നത് 90 ഡിഗ്രി ആയിട്ട്, ബേസ് ആയിട്ട് 90 ഡിഗ്രിയിലാണ് ഹൈറ്റ് അളക്കുക. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 ആണ്, ബേസ് 14 ആണ്. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് ചെയ്താൽ
ഹാഫ് ബി എച്ച് എന്ന് എഴുതുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് 14, ഹൈറ്റ് എത്രയാണ് മക്കളെ, റേഡിയസ് ആണ് 4. അത് കിട്ടി. ഇനി ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ, അതിന്റെ ബേസ് നമുക്ക് x+8 എന്ന് എടുക്കാം, ഹൈറ്റ് 4. അപ്പൊ ഹാഫ് ഇൻറ്റു x+8 ഇൻറ്റു ഹൈറ്റ് 4 ആണ്, പ്ലസ് അല്ലേ, പ്ലസ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹാഫ് ഇൻറ്റു x+6 ഇൻറ്റു നമ്മുടെ ഹൈറ്റ് എത്രയാണ് മക്കളെ, 4 അല്ലെ. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് 4. അപ്പൊ ഹാഫ് ബി എച്ചിന്റെ നമുക്ക് കഥ കിട്ടി. അപ്പൊ ഈ ഫോർമുല നമുക്ക് കഴിഞ്ഞിട്ട് ഹാഫ് ബി എച്ച് ആണ് കേട്ടോ, ഈ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കണം, ഹാഫ് ബി എച്ച് കിട്ടി. അപ്പൊ നമ്മൾ ഇത് നോക്കുക, ഈ 2 ഒക്കെ എല്ലാത്തിലും കട്ട് ചെയ്ത് പോയല്ലോ അല്ലെ. ഈ 2 ആയി, ഇത് 2 ആയി, ഇത് 2 ആയി, സംശയമില്ല. ഇനി എല്ലാത്തിലും ഒരു 2 കോമൺ ഉണ്ട്. ആ 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 14 പ്ലസ് x+8 ബാക്കി ഇതിലുണ്ട്, പ്ലസ് ഒരു x+6. ഒന്നുകൂടി അംഗീകരിക്കുമ്പോ 2 ഇൻറ്റു 14 6 20, 20 വിട്ടും 28, 28 പ്ലസ് 2x. ഒരു പ്രശ്നമില്ല. അതിലൊരു 2 കോമൺ ഉണ്ട്, 2ന്റെ പുറത്തേക്ക് എടുത്താൽ 4 ആയി, 4 ഈ പുറത്തെ 2 കൂടിയിട്ട് 4 ആയി, ബാക്കി 14 പ്ലസ് x ആയിട്ട് മാറി. സംശയമില്ലല്ലോ. എങ്ങനെയാ സംശയമില്ലല്ലോ മക്കളെ. 28 2x 2 പുറത്തേക്ക് എടുത്താൽ ആ 2 പുറത്തെ 2 കൂടി കൂട്ടി കുണിച്ചിട്ട് ആരെ 4 ആയിട്ട് മാറി. അപ്പൊ ഇക്വേഷൻ നമ്പർ 2 കിട്ടി നമുക്ക്. സംശയമില്ലല്ലോ മക്കളെ. ഇനി ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം തമ്മിൽ ഒന്ന് ഈക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഈക്വേറ്റ് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടി മക്കളെ, റൂട്ട് ഓഫ് 48x ഇൻറ്റു 14 പ്ലസ് എക്സ് സമം 4 ഇൻറ്റു 14 പ്ലസ് എക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ശരിയല്ലോ, കിട്ടി. നമുക്ക് എക്സ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്യാൻ പോവാണ്. ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേക്ക് എടുക്കണം മക്കളെ. 48x ഇൻറ്റു 14 പ്ലസ് എക്സ് ഇവിടെ വരും. അപ്പുറത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോയി, അപ്പുറത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ എല്ലാതും സ്ക്വയർ ആവും. ഇത് 16 ആവും. 14 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ ആവും. കുഴപ്പമില്ലല്ലോ. അപ്പോ ഇത് നോക്കാം മക്കളെ, ഇവിടെ ഒരു 14 പ്ലസ് എക്സ് ഉണ്ട്, ഇപ്പുറത്ത് 14 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഈ സ്ക്വയർ നമ്മൾ കട്ട് ചെയ്ത് പോകും. അതല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് താഴത്തേക്ക് എടുക്കും, താഴത്തേക്ക് എടുക്കുമ്പോൾ അത് കട്ട് ചെയ്ത് പോയിക്കോളും. ബാക്കി ഇവിടെ അവശേഷിക്കുന്ന ഒരു 48x ഉണ്ട്. പിന്നെ അപ്പുറത്ത് ബാക്കി ഒന്നും ചെയ്തിട്ടോ, 48x ഇവിടെ കിടപ്പുണ്ട്. അപ്പുറത്ത് 16 ഇൻറ്റു 14 പ്ലസ് എക്സ് കിടപ്പുണ്ട്. ഈ 16 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 18 ഡിവൈഡ് ബൈ 48 ഡിവൈഡ് ബൈ 16 എക്സ് എന്നാവും. ഇസിക്കൽ ടു 14 പ്ലസ് എക്സ് ആവും. ഈ 16 48 എത്രയാ മക്കളെ, 32 3 തവണ പോകും. അപ്പൊ 3x ഇസിക്കൽ ടു 14 പ്ലസ് എക്സ് ആയിട്ട് മാറും. സംശയമില്ല. ഇനി എക്സിന് പ്രതി കൊണ്ടു കഴിഞ്ഞാല് 2x ആവും അല്ലെ. 3x മൈനസ് 2x ആരാണ് മക്കളെ, നമ്മുടെ 3x മൈനസ് എക്സ് സമം 14 ആവും. അതായത് 2x ഈക്വൽ ടു 14 വരും. therefore x ഈക്വൽ ടു നമുക്ക് 14/2 സമം 7 സെന്റിമീറ്റർ പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ x 7 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ സീൻ ഉണ്ടാ, നമുക്ക് നേരിട്ട് കണ്ടുപിടിച്ചൂടെ. therefore എ ബി ആരാണ് മക്കളെ, നമ്മുടെ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് x+8 അല്ലേ. എക്സ് ആരാണ് നമ്മുടെ 7 പ്ലസ് 8 സമം 15 സെന്റിമീറ്റർ. അതുപോലെ നമുക്ക് ഇനി ആരാ വേണ്ടേ, നമ്മുടെ എ സി അല്ലേ വേണ്ടേ. എ സി എന്ന് പറഞ്ഞാൽ ആരാ, x+6 അല്ലേ. എക്സ് 7 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 13 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ നമ്മുടെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ പരിപാടിയാണ്.